ഇപ്പോൾ എവിടെ നോക്കിയാലും യുദ്ധത്തിൻ്റെ വാർത്തകളെ കേൾക്കാനുള്ളൂ. നമുക്കറിയാം യുദ്ധം ചില അധികാരികളുടെ മാത്രം ദുർമോഹത്തിൻ്റെയും സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സാധാരണക്കാർക്ക് യാതൊരു ഗുണവുമില്ല, നാശമല്ലാണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധമൊക്കെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മൾ ഈ ഗൂഗിളിൽ എനി വാച്ചസ് റിസ്ട്രിക്റ്റഡ് ഇൻ എയർപോർട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാച്ച് കാണാൻ പറ്റും. അതാണ് നമ്മുടെ കാഷ്യോയുടെ F91W എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്കിടെ കാണാൻ പറ്റും ഈ പറഞ്ഞ പോലെ കാഷ്യോ F91W ബാൻഡ് കൺട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഈ സാധനം. ഞാനത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇത് ഇങ്ങനെ റിസ്ട്രിക്റ്റ് ചെയ്യുന്നൊക്കെയുള്ള ഗോസിപ്സ് ആക്കിയാണ് ചില സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം മെയിനൊന്നുമല്ല, പ്രധാനമായിട്ട് വേറൊന്നുമല്ല. 1989 ഈ വാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഏതാണ്ട് 2000 കാലഘട്ടത്തിലാണ് ഈ വാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതായത് ഈ വാച്ചിൽ ടൈമറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ബോംബ് നിർമ്മാണത്തിനായിട്ട് ബോംബ് നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്തിരുന്നെന്നും അതുപോലെ ടൈമറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വാച്ച് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ശേഷമാണ് ഇതൊരു ചെറിയൊരു കുപ്രസിദ്ധിയിലേക്കെന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഒരു ഗോസിപ്പിലേക്ക് ഈ വാച്ചിൻ്റെ പേര് വന്നു തുടങ്ങിയത്. എനിവേ, ഈ വാച്ച് ശരിക്കും ഒരു അടിപൊളി വാച്ചാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ 1989 റിലീസ് ചെയ്ത വാച്ചാണ് ഇത്. ഇതുവരെ എൻ്റെ ഡിസൈനൊന്നും മാറിയിട്ടില്ല, ഇപ്പോഴും റണ്ണിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാച്ച് ഇപ്പം വെള്ളത്തിൽ കുറേ നാൾ കിടന്നാലും ഒന്നും പറ്റത്തില്ല. 7 കൊല്ലം വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ഒന്നും മാറ്റാണ്ട് തന്നെ യൂസ് ചെയ്യാം. ഈ വാച്ച് ഗുണമാണെന്ന് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ട്രക്കിങ്, അതുപോലെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ഗ്ലൂറ മൂവിയുടെ ഷൂട്ടിങ്ങിന് സമയത്ത് ഈ സാധനം ഉപയോഗിച്ചില്ല, എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, എനിക്ക് ആ ബുദ്ധി തോന്നിയില്ല. ശേഷമാണ് ഞാൻ മേടിക്കുമായിരുന്നെങ്കിൽ ഒത്തിരി ട്രെയിനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ നനഞ്ഞുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വാച്ച് നിങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന, അതല്ലെന്നുണ്ടെങ്കിൽ ഹെവി ഷൂട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലോങ് പോകുന്ന ഡ്രൈവേഴ്സിനൊക്കെ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. ഇതിനാപ്പാടെ പ്രൈസ് വരുന്നത് ഒരു 1200 രൂപയൊക്കെയാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് കിട്ടും. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ചൂടെ കൊടുക്കാം. ഐ ആം മലൻ വിക്രാന്ത്, റിലീസ് നടക്കുന്ന ഗ്ലൂറ എന്ന മൂവിയുടെ ഡയറക്ടറാണ്, സിനിമാറ്റോഗ്രാഫറാണ്.